ജൂലൈ 1 പിന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ മൂത്ത മകൾ സ്മിത മോൾക്ക് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. പ്രാർത്ഥന അതിനോടൊപ്പം ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹങ്ങളും ആശംസിക്കുന്നു. പറയടാ ഹാപ്പി ബർത്ത്ഡേ പേരമ്മയ്ക്ക്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സ്മിത മോളെ. ജൂലൈ 1-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ മകൾ സ്മിതയ്ക്ക് സ്നേഹപൂർവ്വം ജന്മദിനാശംസകൾ നേരുന്നു. Happy birthday to you. Happy birthday to you. Happy birthday Dear Peramma. Happy birthday to you. May the good God bless you. Pada. May the good God bless you. May the good Lord bless our Peramma. Happy birthday to you. Modukku. 40ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ സ്മൃതി ചേച്ചിക്ക് എല്ലാ ആരോഗ്യവും ആയുസ്സും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ സ്മൃതി ചേച്ചി ഉമ്മ. ഒരു മൂത്ത ചേച്ചി എന്നതിനേക്കാളുപരി എന്നെ മൂത്ത മോനെ കാണുകയും അതനുസരിച്ച് സ്നേഹിക്കുകയും ശാസിക്കുകയും വഴക്ക് പറയുകയും തല്ലുകയൊക്കെ ചെയ്ത ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ. Wish you many happy returns of the day. D. Happy birthday, dear Chechi, and may God bless you abundantly. അണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം. കളിയാടാനീ കിളിമരത്തണലോരം കളിയാടാനീ കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കും. ഹായ് സ്മിത. എൻ്റെ ചേച്ചി പെണ്ണിന് ബർത്ത്ഡേയുടെ എല്ലാ ആശംസകളും ഈപ്പൻ്റെയും സ്റ്റീപ്പൻ്റെയും എൻ്റെയും ജോർജിൻ്റെയും. 2008 സ്മിത ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മ പറയുന്നത് സ്മിതനെ കണ്ടുപിടിക്കുക, എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ പറയുന്നത് സ്മിതനെ കണ്ടുപിടിക്കുക. ശരിക്കും അത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ആദ്യം ശരിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. പിന്നെ അതെനിക്ക് മനസ്സിലായി എന്താ പറയണേ അത് സത്യം ഉണ്ടോയെന്നുള്ളത്. ശരിക്കും എന്നാ പറയണേ ഞങ്ങൾക്ക് ഒത്തിരി എന്നാ പറയണേ നേരിട്ടുള്ള കോണ്ടാക്ട്സ് നമ്മൾ കുറവാണെന്ന് പറഞ്ഞാലും ഷീസ് എ ഗുഡ് സിസ്റ്റർ. ആൻഡ് ഓൺ യുവർ സ്പെഷ്യൽ ഡേ ഐ വിഷിംഗ് യു വെരി 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 ഹാപ്പി ബർത്ത്ഡേ. Wish you a very happy birthday. Hi Veni, I am wishing you a very happy birthday. Many happy returns of the day, Veni. Hi Veni, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ജന്മദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.
have a nice time. Okay, have a great year ahead. Bye. Hello, Vini. Will you have the returns of the day? എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് 5th സ്റ്റാൻഡേർഡിലേക്ക് നിറപുഞ്ചിരിയോടെ കടന്നു വരുന്ന ആ അടിപൊളി പെൺകുട്ടിയെ. കാര്യം നിന്റെ നാട് വയനാടായിരുന്നുവെങ്കിലും ഐക്ലസ് സെന്റ് റീത്താസിലെ അടിപൊളി പെൺകുട്ടിയിൽ ഒരാളായിരുന്നു നീ. ആ കാലമൊക്കെ എങ്ങനെയാ മറക്കുക? എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നിലെ പോസിറ്റീവ് എനർജി ആയിരുന്നു. എല്ലാവരും ചിരിച്ച് സംസാരിക്കുന്ന, എല്ലാത്തിനെയും കൂളായി കാണുന്ന ആ അടിപൊളി ഡാൻസുകാരിയെ ഞങ്ങളൊക്കെ എങ്ങനെയാ മറക്കുക? വേണി, ഹാപ്പി ബർത്ത്ഡേ. വേണി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ആദ്യമേ പറഞ്ഞിട്ടെ, 5 വർഷം ഒരുമിച്ച് പഠിച്ചിട്ട് നിന്നെ ഇങ്ങനെ വിഷയം എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോടി. നമ്മുടെ അന്നത്തെ സാഹചര്യം അതായിരിക്കാം. പിന്നെ നിൻ്റെ അന്നത്തെ ഒരു സമയം ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ നിന്നെ ഒന്ന് വിഷയം സാധിച്ചത് ഇപ്പോഴാണ്. ഈ പ്രായത്തിലാണ് നമുക്ക് ബർത്ത്ഡേ വിഷയമൊക്കെ തുടങ്ങുന്നത്. നമ്മൾ അപ്പോൾ നിനക്കൊരു 100 വർഷമെങ്കിലും സന്തോഷത്തോടെ മക്കളുടെ ഹസ്ബൻഡിനും കൂടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹലോ വേണി, വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. ഹായ് വേണി, നിൻ്റെ ബർത്ത്ഡേ ആണെന്ന് മൊസാട്ട് ഒരു മെസ്സേജ് ഇട്ടു. അതിൻ്റെ ഒരു അബദ്ധം നമ്മൾ തമ്മിൽ ഒരു ടോക്കിൽ വരികയും ചെയ്തു. അപ്പം മൊസാട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു, നിങ്ങൾ ഫ്രണ്ട്സ് ഇതുപോലെ ഒരേപോലെ മണ്ടികളായി പോയല്ലോ എന്നുള്ളത്. അത് കേട്ട് ഇവിടെ ഞാൻ കുറേ ചിരിച്ചു. ഞാൻ തൊടുപുഴ വരെ വിളിച്ച് പറഞ്ഞ് അമ്മയും ജയേട്ടനും എല്ലാം ചിരിയായിരുന്നു എൻ്റെ പൊട്ടത്തരം ഓർത്തിട്ട്. അത് നീ മൊസാട്ടിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, മൊസാട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വേണിക്കുട്ടി. ദെൻ നിന്നെ ആദ്യം കാണുന്നത് നമ്മുടെ പൈങ്കുളം എന്ന് പറയുമ്പോഴേ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ ഇതാണ്. നമ്മളെല്ലാവരും കുറച്ചൊരു മെൻ്റലി ആണ് ഒരു കുറച്ച് നമ്മൾ. ദെൻ ആദ്യം നിൻ്റെ ഓർമ്മ വരണത് എനിക്ക് നിൻ്റെ പിരിപിരിപ്പും പെടപ്പുമാണ്. നിൻ്റെ കൈയിട്ടിട്ട് അയ്യോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു ആദ്യം ഉണ്ടല്ലോ. നിനക്ക് ഇപ്പോഴും കാണുമായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് നിൻ്റെ കൂടപ്പിറപ്പാണ്, നിനക്കത് മാറില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. ദെൻ കൈ പുറകോട്ടൊക്കെ വെച്ചിട്ട് പിള്ളേരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്താ, കൈയൊക്കെ പുറകോട്ട് വെച്ചിട്ട് പിടപിടാന്നൊരു പെടപെടപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇലക്ഷന് നീയും അച്ചുവും കൂടി ഇടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 6ാം ക്ലാസ്സിലെ ഡാൻസ് നീയായിരുന്നു ഞങ്ങളുടെ ഗുരു. നീയാണ് ഞങ്ങളെ ഡാൻസൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ഹൗസ് വൈസ് നമ്മളെ എല്ലാം തിരിക്കുമ്പം എങ്ങനെയെങ്കിലും ഒരു ഹൗസിൽ പെടാൻ വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അത് ആ ഹൗസിൻ്റെ വെച്ചിട്ട് മാക്സിമം പ്രോഗ്രാമുകൾക്ക് അതൊരു 7th കഴിഞ്ഞപ്പം ബോയ്സും കൂടി മാറിക്കഴിഞ്ഞപ്പം നമ്മുടെ ലോകമായി, നമ്മുടെ ഫ്രീഡം ഭയങ്കരമായിരുന്നു. നമുക്കെല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഒന്നിനും മടി ഉണ്ടായിരുന്നില്ല. ഉള്ള ടാബ്ലോയ്ക്ക് വലിഞ്ഞു കയറുക, ദെൻ തിരുവാതിര കളി, ഡാൻസ് എല്ലാം തലേ ദിവസം പഠിച്ച് പിറ്റേ ദിവസം അവതരിപ്പിക്കുക, സിംഗിൾ ഡാൻസ് എന്ന് വേണ്ട സർവ്വതിനും വലിഞ്ഞ് നമ്മൾ കയറുമായിരുന്നു. പിന്നെ ആൻറ്റിലിക്കാമ്മ കയറി നീ ഇടയ്ക്ക് ടീച്ചറെ ആൻറ്റി എന്നൊക്കെ മാറി മാറി വിളിക്കണത്. പിന്നെ നമ്മൾ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾ തുഷാരയ്ക്കും ഷാനിക്കും വേണിക്കും ഏകദേശം ഒരേ ഹൈറ്റായിരുന്നു. അതിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തിരി ഹൈറ്റ് കൂടിയ ആൾ. മാക്സിമം മുട്ടൊക്കെ മടക്കി വെച്ച് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് നിൽക്കണതും. പിന്നെ നമ്മുടെ ഫൈറ്റ്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫൈറ്റുകളുണ്ട്. നിൻ്റെ ഒരു സ്വഭാവം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്നേഹിച്ചാൽ നീ നക്കിക്കൊല്ലും, ദേഷ്യം വന്നാൽ നീ കുത്തിക്കൊല്ലും. സെയിമായിരുന്നു അന്ന്. ഇപ്പോഴും ഉണ്ടോടി ആ ക്യാരക്ടർ നിനക്ക്? പിന്നെ ഇമ്മാനുവൽ സിസ്റ്റർ, ഹോസ്റ്റൽ, ഒന്നും മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ നമുക്ക് പൈങ്കുളത്തുണ്ട്. വഴക്കുണ്ടാക്കിയും ഒരുപാട് സ്നേഹിച്ചും ഒരുപാട് മതിമറന്ന് എൻജോയ് ചെയ്തതും, നമ്മുടെ സ്കൂളിൽ കളികൾ, ഗ്രൗണ്ടിൽ ഹെൽപ്പ് കളിക്കുക, ദെൻ ചെടികളൊക്കെ പുറകിൽ തട്ടിപ്പോയി നീ അതൊക്കെ ഓർക്കണുണ്ടോ, കുറുക്കം പോലെയൊക്കെ കളിക്കണത്. ദെൻ സർവ്വ പ്രോഗ്രാംസിനും നമ്മൾ എങ്ങനെയും വലിഞ്ഞു കയറണത്. അങ്ങനെ എന്തൊക്കെ രസങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഹോസ്റ്റൽ ലൈഫിൽ കുറേ അടി നമ്മൾ നടത്തിയിട്ടുണ്ടല്ലേ, നിനക്ക് ഓർമ്മയുണ്ടാവും. ദെൻ നമ്മുടെ മാർഗം കളി, അതിൻ്റെ ഫൈറ്റുകൾ, നീ ഇതൊക്കെ മൊസാട്ടിനും പിള്ളേർക്കും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ?
പിന്നെ നീ വിളിക്കണ പോലെ മൊസു എന്ന് വിളിക്കാൻ എനിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല. നീ അങ്ങനെയല്ല വിളിക്കണമെന്ന് എനിക്കറിയാം, എന്നാലും നീ ഒരിക്കലും എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നീ അങ്ങനെയൊന്നും വിളിക്കണ്ട, നീ മൊസാട്ടെന്ന് വിളിച്ചാൽ മതി. സോറി. ദെൻ പിന്നെന്താ, നമ്മൾ കോയമ്പത്തൂർ ഒരുമിച്ച് 2 കോളേജിലുണ്ടായിരുന്നു. നിന്നെ കാണാൻ വേണ്ടി നിൻ്റെ ഹോസ്റ്റലിൽ ഞാൻ വരണതും നീ എൻ്റെ കല്യാണത്തിന് ഒരാഴ്ച 3-4 ദിവസം മുമ്പേ കൂട്ടി തൊടുപുഴ എത്തി. എന്തൊരു രസമായിരുന്നു ഇല്ലേടാ. നമ്മൾ കുറേ അവിടെ ഇവിടെ എല്ലാം നമുക്കങ്ങനെ ഒരു എന്താ പറയുക, ഒരുമിച്ച് നിൽക്കാനും ഒക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നീ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ തമ്മിൽ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊസാഡിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ദെൻ നീ US പോയി, 3 കുട്ടികളായി. വിശ്വസിക്കാൻ പറ്റണില്ല വേണി, നിനക്കാണ് 3 കുട്ടികൾ എന്നുള്ളത്. ആസ് എ മദർ എനിക്ക് നിന്നെ ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെന്താ, ഒന്നുമില്ല, ഇത്രയൊക്കെ പറയാൻ സാധിച്ചല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹസ്ബൻഡിൻ്റെ കൂടെയും കുട്ടികളുടെ കൂടെയും ഒരുപാട് ആയുരാരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം മുമ്പോട്ട് പോകാൻ നിനക്ക് സാധിക്കട്ടെ. Hi Veni, happy birthday to you. Happy birthday Veni, stay blessed. ഹായ് വേണി, ജീവിതത്തിലെ എല്ലാ ദിവസവും ബർത്ത്ഡേ ദിവസം പോലെ സന്തോഷം നിറഞ്ഞതാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഹായ് സ്മിത, ആദ്യം തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ എന്തൊക്കെയാണ് ബർത്ത്ഡേ പ്രോഗ്രാം? കിട്ടിയാനും കുട്ടികളൊക്കെ സുഖമായിരിക്കുന്നു. എൻജോയ് വെൽ ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ വേണി. Hi Veni, many happy returns of the day. ഹാപ്പി ബർത്ത്ഡേ വേണി. ഈ ജന്മദിനത്തിൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളുന്നു. താങ്ക്സ്. ഹായ് വേണി, വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ. വേണിക്കും കുടുംബത്തിനും എല്ലാവരും ആശംസകളും പ്രാർത്ഥനകളും. ഹാപ്പി ബർത്ത്ഡേ വേണി, സുഖാണോ? ഞങ്ങളുടെ +2 ക്ലാസ്സിലെ ഗ്രേറ്റ് ഡാൻസർക്ക് ഞങ്ങളുടെ സുന്ദരി കുട്ടിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. ഹായ് വേണി, ജീവിതത്തിലെ നിറമുള്ള ദിവസങ്ങൾക്കൊപ്പം ഈ ബർത്ത്ഡേയും ഒരുപാട് നിറമുള്ളതാകട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഹായ് വേണി, ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ ഒരു സുഹൃത്ത് വലയത്തിന് അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കൂടെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ബർത്ത്ഡേ വിഷസ് കിട്ടുക എന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്നാൽ 22 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഭാഗ്യം നിനക്ക് സൃഷ്ടിച്ചതിൽ എല്ലാവിധ അനുമോദനങ്ങളും. ഇനിയും നല്ല നല്ല സംഭവങ്ങൾ ഈ വർഷം ഉടനീളം നിനക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ വേണി. കഴിഞ്ഞ ഒരു വർഷം മുൻപേ വേണി എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂൾ നാടകത്തിൽ വേലക്കാരനും തെറ്റിദ്ധരിക്കപ്പെട്ട വേലക്കാരനും പിന്നെ ക്രൂരയായ വീട്ടമ്മയുമായി അഭിനയിച്ച നമ്മൾ 2 വൻകരകളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അന്ന് ആ സ്കൂൾ നാടകത്തിൽ ആ ദുരന്ത പര്യവസായിയായ ആ സ്കൂൾ നാടകത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ ക്രൂരനായ ഇടിക്കുന്ന പോലീസ് ഇൻസ്പെക്ടറായിട്ട് ആൻ്റണി മിജൻ മാനുവലും ഈ വേലക്കാരനോട് കരുണ കാണിക്കുന്ന
ആ വീട്ടിലെ സ്നേഹത്തിൻ്റെ ഏക തരിയായിട്ടുള്ള മകളായിട്ട് നിഷ ഫിലിപ്പുമായിരുന്നു പിന്നീട് ആ നാടകത്തിൽ അഭിനയിച്ചത്. അതിനുശേഷം നമ്മളൊക്കെ പിന്നെ +2 ഒരുമിച്ച് പഠിച്ചു. പിന്നെ അതിനുശേഷം ഈ വാട്സാപ്പും ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെയുള്ള ലോകം വളരെ ചുരുങ്ങി എല്ലാവർക്കും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാവുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വീണ്ടും ഊഷ്മളമായ സ്നേഹബന്ധം പുലർത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ജന്മദിനം ആഘോഷിക്കുന്ന വേണിക്ക് എല്ലാ വിധത്തിലുള്ള സന്തോഷവും നന്മയും ആശംസിക്കുകയാണ്. വേണിയുടെ മനസ്സിൻ്റെ സന്തോഷവും നർമ്മബോധവും അധ്വാനശീലവും ഒക്കെ വീണ്ടും പുതിയ വിജയങ്ങളിലേക്കും നന്മയിലേക്കും വേണി എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വേണിക്കും വേണിയുടെ കുടുംബത്തിനും ഭർത്താവിനും പിള്ളേർക്കും ഒക്കെ എല്ലാവർക്കും ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. താങ്ക് യു. ഹായ് വേണി, ഹാപ്പി ബർത്ത്ഡേ. സ്മിതയ്ക്ക് എല്ലാവിധ പിറന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹലോ വേണി, നമസ്കാരം. എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആശംസകൾ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. പിന്നെ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. സുഖമായിരിക്കുന്നോ? ഹായ് വേണി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനിയും ഒരുപാട് വർഷങ്ങൾ ജന്മദിനം ആഘോഷിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ലീ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കൂട്ടുമായിരിക്കും. ഒത്തിരി സ്നേഹത്തോടെ ഹാപ്പി ബർത്ത്ഡേ ഉമ്മ. ഹാപ്പി ബർത്ത്ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ. ഹായ് വേണി, ഹാപ്പി ബർത്ത്ഡേ. ഹായ് വേണി, ഞാൻ പ്രതീഷ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എല്ലാവിധ ആശംസകളും. ഹായ് വേണി, എന്തൊക്കെയാണ് വിശേഷം? എന്താ ബർത്ത്ഡേ പ്ലാൻസ്? എനിക്ക് നമ്മൾ ഹോസ്റ്റലിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മ വരുന്നത്. എല്ലാവരും ഓരോ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങി ഓരോ റൂമിൽ വെച്ചേക്കുന്നതും 12 മണിയാകുമ്പോൾ കട്ട് ചെയ്യുന്നതും ചെറിയ ഗിഫ്റ്റ്സ് കൊടുക്കുന്നതൊക്കെ. അതുപോലെ തന്നെയുള്ള നല്ല ഒരു ഹാപ്പി ബർത്ത്ഡേ ആവട്ടെ ദിസ് ടൈം. സോ ഐ വിഷ് യു ഓൾ ദ ഗുഡ്നെസ് ആൻഡ് ഹാപ്പിനെസ് ഓൺ യുവർ ഗ്രേറ്റ് ഡേ. ബൈ. വിഷ് യു എ വെരി ഹാപ്പി 40th ബർത്ത്ഡേ സ്മിതക്കുട്ടി. നിന്റെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കിട്ടിയിട്ട് ഇപ്പം ഞാൻ പറയുന്നത് പണ്ട് നീ ബസാനിയെ വെക്കേറ്റ് ചെയ്ത് വയനാട്ടിലോട്ട് പോകാൻ നേരത്തെ നീ പറഞ്ഞു നമ്മളെപ്പോഴും ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കും, നമ്മളെപ്പോഴും എല്ലാവരെയും എപ്പോഴും വിളിച്ച് അന്വേഷിക്കും. ആ പ്രോമിസ് നീ കീപ്പ് ചെയ്തിട്ടുണ്ട്. എപ്പോഴൊക്കെ ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടുണ്ടോ സന്തോഷം വന്നിട്ടുണ്ടോ നീ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്, എല്ലാം ശരിയായോ? താങ്ക് യു ഫോർ ബീയിങ് ദെയർ ഓൾവേസ് ആൻഡ് എൻജോയ് യുവർ ഡേ. ഗോഡ് ബ്ലെസ് യു. ബൈ. God bless you always. Be great friends, and all our friends too. So, for this year, bringing lots of happiness. പിന്നെ എന്താ പറയാനാ, പാതിരാത്രി എൻ്റെ ബർത്ത്ഡേ ഓൾറെഡി ആയി, July 1st ആയി. അത് നന്നായിട്ട് വിഷ് ചെയ്യുന്നു. Hopefully we will get to see you soon. Okay? Bye-bye. Have fun. Lots of love, Smita. Bye-bye. ഹാപ്പി ബർത്ത്ഡേ ഡേ. നിന്റെ ബർത്ത്ഡേ വിഷ് ഒരു മിനിമം PG-13 റേറ്റാണ്, പക്ഷെ ഇവിടെ ഒരു സെൻസേർഡ് വേർഷൻ. താങ്ക് യു സോ മച്ച് ഡേ. സോ ഫോർ ബീയിങ് പാർട്ട് ഓഫ് മൈ ലൈഫ്, for being such a nice friend, for being there for me when I needed you the most, guide support, just being there. Thank you.
And thank you for being that thread in our group that holds us all together. Pala samayathum, during the course of life, to keep friends together, you need that one person who brings us all together. Thank you for being that. And എല്ലാ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഒരു ഷുഗർ കോട്ടിങ്ങും ഇല്ലാതെ നീ ചെയ്യുന്നത് തെമ്മാടിത്തരമാണെന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എല്ലാവരുടെയും ലൈഫിൽ വേണ്ടതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദാറ്റ് ഫോർ മീ. ബാക്കി R-rated വേർഷൻ നേരിട്ട്. ഹാപ്പി ബർത്ത്ഡേ ഡേ. ഹാവ് എ ഗ്രേറ്റ് അമേസിംഗ് ഇയർ ആൻഡ് അനദർ amazing and fulfilling 40 more years. Love you. സ്മിതേ, ഹാപ്പി ബർത്ത്ഡേ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ദ വേ യു ആർ പ്രേയിങ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിൽ ഭയങ്കര ഇമേഴ്സ്ഡ് ആയിട്ടിരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഡാൻസ് കളിക്കുന്ന സമയത്ത് നിൻ്റെ ഫേസിൽ വേറൊരു ഗ്രേസാണ്, ഒരു പ്രത്യേക ഗ്രേസ് ഡാൻസ് കളിക്കുമ്പോൾ നിൻ്റെ ഫേസിൽ വരാറുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് ഞാൻ ശരിക്കും നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ നമ്മളായിരുന്ന സമയത്ത് നമ്മൾ റോയൽ ഫാമിലിയിൽ ബാക്കിയുള്ള റോയൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെയും അവരുടെ ഓൺ സിബ്ലിങ്സ്, പിന്നെ പേരൻസ്, അവരുടെ ഡീറ്റെയിൽസൊക്കെ ആയിരുന്നു നമുക്കറിയാവുന്നത് ആ ഡിഗ്രി ടൈമിൽ. പക്ഷേ ഇപ്പം നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കവളക്കാട്ട് ഫാമിലിയിലുള്ള എല്ലാവരുടെയും പപ്പയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അപ്പോൾ അത് നീ ഷെയർ ചെയ്യുമ്പോൾ കാണിക്കുന്ന ഒരു എന്തൂസിയാസം, അത് ആ ഒരു ഫാമിലി ബോണ്ടിൻ്റെ ബ്യൂട്ടിഫുൾനെസ് അത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ കുറേ ഫൺ മൊമെൻറ്റ്സ്. പിന്നെ നിന്നെ എത്ര ഫണ്ണാക്കിയാലും നീ അതൊരു എപ്പോഴും ഒരു ടീം സ്പിരിറ്റിൽ എടുക്കാറുണ്ട്. അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ ബാംഗ്ലൂർ വെച്ചാണെങ്കിലും നമ്മൾ പിന്നെ കോയമ്പത്തൂർ PG ടൈമിൽ ഞാൻ നിൻ്റെ ഹോസ്റ്റലിൽ വന്നത്, നമ്മൾ സവിതയുടെ ഹോസ്റ്റലിൽ പോയത്, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നീ എൻ്റെ വീട്ടിൽ വന്നത്, കുറേ നല്ല ഓർമ്മകൾ. സോ സ്റ്റേ ഹാപ്പി. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. A very happy 40th birthday to you, Dee. It's been what? More than half of your life and my life that I have known you. I think we met in 1998, and I still remember when I first saw you with your parents. Auntie came and told me, "We are so happy that you are her roommate." I'm still not sure what Auntie meant, but I know I have learnt a lot of things from you. Because of you, I learnt patience. For all those times that you literally made us run to college, you made sure that I was the calm one against your nervousness. And most importantly, you taught me faith. Whatever happens with our faith being steadfast. And I thank you for that. Throughout my life, you have been one of those people who has always understood me, advised me, scolded me, but always been there for me, and I thank you for it, Dee. So today, on your milestone birthday, I wish you a very, very happy birthday with all the love, happiness, blessings that is due to you, and much, much more. Have a great day and a great year ahead. Happy 40th to you. Love you. Happy birthday, Smita. കവളു, നിന്നെക്കുറിച്ച് പറയാനാണെങ്കിലേ, നിന്റെ പൊട്ടത്തരങ്ങൾ എഴുതാൻ ഒരു ബുക്കിൽ എഴുതാൻ മാത്രം പൊട്ടത്തരങ്ങൾ നിനക്കുണ്ട്. പക്ഷെ ഞാൻ അത് വിടറു, അതിലേക്ക് ഞാൻ പോണില്ല. നിന്നെ ആദ്യമായിട്ട് കണ്ട കാര്യം, അതിപ്പോ ബസാനിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കരഞ്ഞുണ്ട് സിസ്റ്ററിന്റെ അടുത്ത്, സിസ്റ്ററേ എനിക്ക് വീട്ടിൽ പോകണം സിസ്റ്ററേ എന്ന് പറഞ്ഞ് കരഞ്ഞെന്നല്ല വിളിക്കണ ഒരു പെങ്കൊച്ച്. അതാണ് ഞാൻ നിന്നെ കണ്ടത് ആദ്യത്തെ നിമിഷം. എന്റെ മമ്മി ഇപ്പോഴും പറയും, മമ്മിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും, മമ്മി ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഇതുവരെ ഒരിക്കലും നമ്മൾ പല പല സ്ഥലങ്ങളിലായിരുന്നു ഒരുമിച്ച്. അന്നത്തെ ആ 3 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പക്ഷെ ഇത്രയും നാളായിട്ട് നീ എന്റെ കൂടെ ഇല്ല എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല സ്മിത. എപ്പോഴും ഉണ്ടായിരുന്നു നീ എന്റെ കൂടെ. എനിക്ക് വളരെ നല്ല ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതിനേക്കാളും നീ എന്റെ ഫാമിലി അടി. അതൊരു
എന്തിനും ഏതിനും നീ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്ത് നല്ലത് നടന്നപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ എൻ്റെ വിഷമങ്ങൾ വന്നപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഒരേപോലെ സപ്പോർട്ടീവായിട്ട് നീ നിന്നിട്ടുണ്ട്. സ്നേഹിക്കാനും ഉപദേശിക്കാൻ നിന്നെ കഴിഞ്ഞ ആളുള്ളൂ, അത് വേറെ കാര്യം. ഉപദേശിക്കാനും വഴക്ക് പറയാനും, ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുണ്ടെങ്കിൽ അത് നല്ല ചൂടായിട്ട് നല്ലോണം വഴക്ക് പറയാൻ ഒക്കെ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. ആരും നിനക്ക് ഓർമ്മയുണ്ടോന്നാരോടാ, തുംകൂരിൽ അന്ന് പോയിട്ട് ഞാനും ജസ്ലിനും കൂടി പോയിട്ട് തിരിച്ചു വന്നപ്പോ ഞങ്ങൾ ലേറ്റ് ആയില്ലേ, എന്നിട്ട് നീ കരച്ചിലായിരുന്നു നീ അന്ന്. എന്നിട്ട് നീ എന്നെ പൊത്തിരെ തല്ലിയാന്ന്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് നല്ല പെയിനായിരുന്നു. എന്തെങ്കിലും ഞാൻ നിനക്കിട്ട് തരും, അത് വേറെ കാര്യം. അപ്പൊ നിന്നെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കണം, ശരിയാണ്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് എന്താ നമ്മളെ ബന്ധം അങ്ങനെ സംസാരിക്കുക, അങ്ങനെ പറയാനുള്ള വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. അതിപ്പോ എന്താ പറയാ, നിനക്കറിയാം, എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ നമ്മളുടെ റിലേഷൻ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞ് ഞാൻ ചെലവാക്കുന്നില്ല. അപ്പൊ നിന്റെ 40ാമത്തെ ബർത്ത്ഡേ മൈൽ സ്റ്റോൺ ആണ്. എൻജോയ് യുവർ ഡേ. നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും, എല്ലാ സന്തോഷങ്ങളും, എല്ലാ ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. നല്ലൊരു ബർത്ത്ഡേ ആയിരിക്കട്ടെ ഇപ്രാവശ്യം. അറിയാം നീ എന്താണ് ബർത്ത്ഡേ ഒക്കെ ചെയ്തിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അത് നമുക്ക് പിന്നെ പറയാം. നിന്നെ അത് പറഞ്ഞ് വീഡിയോയിൽ ഞാൻ നാറ്റിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ ഗ്രേറ്റ് ഇയർ. ലവ് യു ഡി. സ്മിതേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവരുടെയും ബർത്ത്ഡേക്ക് നീ ഒരു അടിപൊളിയാക്കി ഞങ്ങളുടെ ബർത്ത്ഡേ എല്ലാം ഭയങ്കര ആഘോഷമാക്കി ഒരു സംഭവമാക്കി വിടും. ഞങ്ങൾ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ നിൻ്റെ എന്നാ പറയുന്നത്, നിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. നമ്മുടെ ഈ 9 പേർക്ക് ആർക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാലും എപ്പോഴും ഒരു നെടുന്തൂണ് പോലെ വന്ന് ഓരോരുത്തരെയും വിളിച്ച് അവരുടെ ഓരോ ദിവസത്തെയും വിശേഷങ്ങളെല്ലാം കേട്ട് എല്ലാവരുടെയും കൂടെ നിന്ന ഒരാളാണ് നീ. അത് പ്രത്യേകം നിനക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നീ പൊങ്ങൊന്നും വേണ്ട, എന്നാലും അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല. പിന്നെ അതുകൂടാതെ നിൻ്റെ എന്നാ പറയുന്നത്, നിൻ്റെ ആ കവള് ചിരിയും എന്നാ പറയുന്നത് പൊട്ടത്തരങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു വൈബ് ഉണ്ടാക്കുന്നത് നീയാ. എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഇല്ലെങ്കിൽ എന്നാ പറയുന്നത് ഒരു ഗ്രൂപ്പ് കോളിനൊന്നും ഒരു എന്നാ പറയുന്നത് നമ്മൾ ഈ ചോറിനകത്ത് ഉപ്പില്ലെങ്കിൽ തിന്നാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സ്മിതയില്ലാതെ ഞങ്ങൾക്ക് റോയൽ ഫാമിലി ഒരു ഗ്രൂപ്പ് കൂടിയാൽ ഞങ്ങൾക്ക് സന്തോഷമില്ലെന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് നീയും നിൻ്റെ പിള്ളേരും എല്ലാവരും കൂടെ നല്ല ആഘോഷമായിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഈ ഒരു വർഷം എല്ലാ ബ്ലെസ്സിങ്സും നിനക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവിധ ബ്ലെസ്സിങ്സും, പിന്നെ പ്രത്യേകിച്ച് നിൻ്റെ എല്ലാ കാര്യങ്ങളും നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് സ്പെഷ്യലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ റോയൽ ഫാമിലി വകയായിട്ട് ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നേരുന്നു. അപ്പം ഈ ഒരു വർഷം നിനക്കൊരു ഭയങ്കര രസമുള്ളൊരു വർഷമാവട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്കെന്താണെന്നറിയാം, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഒരു ആർച്ചീസിൻ്റെ കാർഡ് എടുത്തിട്ട് തുറക്കുന്ന സീനാണ്. നീ കാർഡ് എങ്ങനെയാണ് തുറക്കുന്നത് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ സ്മിതേ? നീ പണ്ട് എല്ലാവരും കാർഡ് എടുക്കുമ്പോൾ നീ കാർഡ് ചുമ്മാ തുറക്കുകയല്ല, ആ കാർഡ് തുറന്ന് മലത്തി ഓടിച്ച് കയ്യിലോട്ട് തരും. ഇപ്പോഴും എനിക്ക് ആ ആർച്ചീസിൻ്റെ കാർഡ് തുറക്കുന്ന സീനാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ. ബസാനിയയിലെ സീൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്. പിന്നെ നിൻ്റെ ആ ശിവദം ഡാൻസ്, കാലക്കൻ സൂപ്പർ ഡാൻസ്, നീയും സിബിയും കൂടെ കളിച്ചത്, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാനേ പറ്റിയല്ല. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞത്, ഞാൻ ആ മൂട്ടകടി കൊണ്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം നിൻ്റെ ബെഡിൽ വന്ന് കിടന്നോളാൻ പറഞ്ഞ് കുറേ നാൾ ഞാനും നീയും കൂടെ അല്ലായിരുന്നു നിൻ്റെ ബെഡിൽ കിടന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ ഓരോരോ കാര്യങ്ങളിലും ഒരു സംതിങ് ഡിഫറെൻറ്റ് സ്റ്റൈലാണ് നീ എല്ലാ കാര്യത്തിനകത്തും നിനക്കുള്ളത്. പിന്നെ നമ്മളെല്ലാവരും കൂടെ എന്നാ പറയുന്നത്, ഇത് പെപ്സിയൊക്കെ പൊട്ടിച്ച് എനിക്കൊന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ അന്ന് രാത്രിയിലാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചതും അതിൻ്റെ ആ ഒരു ബഹളവും, പിന്നെ ടെറസിൻ്റെ മേളിലൊക്കെ നമ്മളെല്ലാവരും കൂടെ അലക്കാൻ പോകുന്ന പോക്കും, പിന്നെ എണ്ണതേപ്പും, ഇതൊക്കെ എന്നാ പറയുന്നത്. സത്യം പറഞ്ഞാൽ നിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഇതെല്ലാം ഇങ്ങനെ ഓർമ്മ വരുമായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല വർഷം നിനക്ക് ആശംസിക്കുന്നു. ഓക്കെ ഡി, ബൈ ഉമ്മ.